ഞാൻ നിങ്ങളെ ഒരു ചിത്രം കാണിക്കാം. എന്താ ഇതിനകത്ത് കാണുന്നേ? ഏ ഏ അപ്പൊ ഇതെന്താണിത്? അപ്പൊ ഒരു മനുഷ്യൻ, ആ, ഇദ്ദേഹത്തിന്റെ കണ്ണിൽ ഒരു കരട് പോയി. അപ്പൊ ഈ കണ്ണിലെ കരട് എടുക്കുകയാണ്. കണ്ണിലെ കരട് എടുക്കുകയാണ്. പക്ഷേ കണ്ണിലെ കരട് എടുക്കുമ്പോ അദ്ദേഹത്തിന്റെ കണ്ണ് തുളച്ചു നിൽക്കുന്ന വലിയ ബീമുണ്ടല്ലോ, വലിയ ലോഗ്, വലിയ തടി, അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് വലിയ പ്രയാസമൊന്നുമില്ല. അദ്ദേഹം അത് അവിടെ വെച്ചുകൊണ്ട് അടുത്ത ആളിന്റെ കണ്ണിലെ കരട് ഇങ്ങനെ എടുക്കാൻ വേണ്ടി പുള്ളി കാണാൻ പറ്റുമോ? ഇത് മുഴുവൻ ഇങ്ങനെ തന്റെ കണ്ണ് തുളച്ചിരിക്കുക, കാണത്തില്ല. മറ്റേ കണ്ണുകൊണ്ട് മെല്ലെ നോക്കിയിട്ടും അദ്ദേഹത്തിന് ഒന്നും കാണാൻ പറ്റില്ല. ഇതെവിടെയാ ഉള്ളത്? ഇത് കർത്താവ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് എവിടെയാ ഉള്ളത് നിങ്ങൾക്കറിയാമോ? ഇത് യേശുവിന്റെ പർവ്വത പ്രസംഗത്തിൽ ഉള്ള ഒരു ഭാഗമാണ്. അപ്പോ അവിടെ എവിടെയാ? മത്തായി 7 അല്ലേ? മത്തായി 7-നകത്ത് ആദ്യം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാ? മത്തായി 7 തുടങ്ങുന്നത്, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. അപ്പോ കർത്താവ് പല കാര്യങ്ങൾ പറഞ്ഞപ്പോ വളരെ കാതലായ തന്റെ ശിഷ്യന്മാരോട്, ക്രിസ്തീയ ജീവിതത്തിലെ വളരെ കാതലായ ഏറ്റവും പ്രധാനപ്പെട്ട പല കാര്യങ്ങൾ മത്തായി 5, 6 അധ്യായങ്ങളൊക്കെ പറഞ്ഞിട്ട് മത്തായി 7-ാം അധ്യായത്തിന്റെ അവസാനം നമുക്കറിയാം. മത്തായി 7-ാം അധ്യായത്തിന്റെ അവസാനമാണ് പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യൻ. അവൻ ഈ കേട്ട വചനങ്ങളെ അത് അനുസരിച്ചു. അതാണ് പാറമേൽ അടിസ്ഥാനമിട്ട ബുദ്ധിയുള്ള മനുഷ്യൻ. അപ്പൊ ഈ മത്തായി 5, 6, 7 അധ്യായങ്ങളിൽ പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. അതിൽ 7-ാമത്തെ അധ്യായം തുടങ്ങുമ്പോൾ തന്നെ വളരെ പ്രാധാന്യത്തോടുകൂടെ കർത്താവ് പറയുകയാണ്, വിധിക്കരുത്. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. അതിനകത്ത് എന്തെങ്കിലും നിങ്ങൾ വിധിക്കാതിരിക്കാനായിട്ട് നോക്കണം, അങ്ങനെയൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. കർത്താവ് വളരെ എംഫാറ്റിക് ആയിട്ട്, അതായത് വളരെ ഉറപ്പോടുകൂടെ കർത്താവ് പറയുന്നു, നിങ്ങള് ഒരു സമയം ന്യായാസനത്തിൽ നിൽക്കേണ്ടി വരും. നിൽക്കേണ്ടെന്ന ആ സമയത്ത് ഞാൻ നിങ്ങളെ വിധിക്കരുത്, നിങ്ങൾ വിധിക്കപ്പെടരുത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ വിധിക്കരുത്. അപ്പോ വിധിക്കരുത് എന്ന് അത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞു. എന്നിട്ട് പറയുന്നു, ഓക്കെ, നിങ്ങൾ എന്നിട്ടും കേൾക്കാതെ വിധിക്കുകയാണെങ്കിൽ നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ മറ്റുള്ളവരെ അത് അവൻ ഇങ്ങനെ ചെയ്തത് അതിന് ഇന്ന കാരണം കൊണ്ടാണ്. നമ്മൾ വിധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ബ്രദറ് വിധിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു, മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു, നമ്മൾ കപടഭക്തിക്കാര് ആകരുതെന്ന് പറഞ്ഞു. അപ്പൊ ഈ കപടഭക്തിക്കാരുടെ ഏറ്റവും വലിയ, അന്നത്തെ ഉണ്ടായിരുന്ന പരീശന്മാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവര് വലിയ ലോഹയൊക്കെ ഇട്ട് അരയ്ക്ക് കെട്ടൊക്കെ കെട്ടി ആൾക്കാരൊക്കെ കാണുന്നിടത്ത് നിന്ന് വലിയ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ച് ഞങ്ങൾ വലിയ ആത്മീയരാണെന്നുള്ള ഒരു വേഷം, ഒരു ഭാവം, ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ ഹൃദയം വളരെ മോശമായിരുന്നു. അപ്പൊ ഇതും കൊണ്ടാണ് അവർ നടക്കുമ്പോൾ ഇവരിങ്ങനെ അവര് പറയും, നിങ്ങൾ ഇത് ചെയ്യുന്ന ശിഷ്യന്മാര് അതൊക്കെ പറിച്ചു തിന്നുന്നതൊക്കെ തെറ്റാണ്. അവര് ജീരകം, അതൊക്കെ അവളുടെ ഇതിനകത്തൊക്കെ ദശാംശം കൊടുക്കും, എല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്യുകയാണെന്നുള്ള ഒരു ഭാവം. പക്ഷെ ഹൃദയത്തിനകത്ത് കരുണയില്ല, ഹൃദയം മുഴുവൻ കാഠിന്യം നിറഞ്ഞവരാണ്. അങ്ങനെയുള്ള ഈ പരീശന്മാരെ ഒക്കെ കണ്ടപ്പോ കർത്താവ് അവരോടൊക്കെ വളരെ വളരെ കാർക്കശ്യത്തോടെ കർത്താവ് അവരുടെ അടുത്ത്, നിങ്ങൾ ചെയ്യുന്നത് ഇത് തെറ്റാണ് എന്ന് കർത്താവ് അവരോട് പറഞ്ഞു. കാര്യം നിങ്ങൾ ഈ രീതിയിൽ ആളുകളെ നിങ്ങൾ വിധിക്കുകയാണ്, നിങ്ങൾ നാശത്തിന്റെ വഴിക്കാണ് എന്നാണ് കർത്താവ് അവരോട് വളരെ ഗൗരവത്തോടുകൂടെ പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്നിട്ട് ശിഷ്യന്മാരായിരിക്കുന്ന നമ്മളോട് കർത്താവ് പറയുന്നു, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കണമെങ്കിൽ ഒരു സമയത്ത് എന്റെ ന്യായാസനത്തിന് മുമ്പാകെ വരുമ്പോ നിങ്ങൾക്ക് കരുണ ലഭിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ മറ്റുള്ളവരെ വിധിക്കരുത്. അപ്പൊ ഈ വിധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് ഉൽപ്പത്തി പുസ്തകത്തിന്റെ അവസാനത്തെ അധ്യായത്തിൽ 5
50-ാം അധ്യായമാണ് അവസാനത്തെ അധ്യായം. ഉൽപ്പത്തി പുസ്തകം അവസാനത്തെ അധ്യായത്തിൽ അവിടെ യോസഫിനെ കുറിച്ച് പറയുന്ന ഒരു പരാമർശമുണ്ട്. അപ്പൊ സഹോദരന്മാരൊക്കെ ജോസഫിനെ അവിടെ മന്ത്രിയായിട്ട് കണ്ടപ്പോൾ ആകെ പേടിച്ചുപോയി. പണ്ട് നമ്മൾ പൊട്ടക്കണ്ടിലൊക്കെ ഇട്ട് വിറ്റ് ഈ രീതിയിൽ ജോസഫിനെതിരെ ഇത്രയും ഉപദ്രവമൊക്കെ ചെയ്തതാണല്ലോ. ഇപ്പോ മന്ത്രിയായിട്ട് അവിടെ വലിയ രാജ്യസ്ഥാനത്ത് ഇരിക്കുന്നത്, നമ്മളെ എല്ലാം പിടിച്ച് ഇപ്പൊ കൊന്നുകളയുമോ എന്നൊക്കെയുള്ള പേടിച്ച് അവിടെ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോ ജോസഫ് അവരോട്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്ത് ഇരിക്കുന്നുവോ? നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്തല്ല, ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്തല്ല ഇരിക്കുന്നത്. അപ്പോ ഒരു വ്യക്തി ദൈവത്തിന്റെ സ്ഥാനം എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന്റെ സ്ഥാനത്ത് ഇരിക്കുക, ദൈവത്തിന്റെ സ്ഥാനം എടുക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരൊക്കെ എന്നെ പേടിക്കണം. അത് മാത്രമല്ല, ദൈവത്തിനാണ് എല്ലാ കാര്യങ്ങളും അറിയാവുന്നത്. നമ്മൾ ശമൂവേലിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മനുഷ്യൻ മുഖത്തെ നോക്കുന്നു, ദൈവമോ ഹൃദയത്തെ നോക്കുന്നു. അപ്പൊ ഹൃദയത്തെ അറിയുന്നത് ആർക്കാണ്? ദൈവത്തിന്. അപ്പൊ ദൈവത്തിനാണ് ഹൃദയത്തെ അറിയുന്നത്, ദൈവത്തിനാണ് ഹൃദയത്തിലെ ചിന്തനകളെ അറിയുന്നത്. നമ്മൾ ദൈവവചനത്തെ കുറിച്ച് വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട് എബ്രായ ലേഖനത്തിൽ, ദൈവവചനം ഹൃദയത്തിന്റെ ചിന്തനകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നു. അപ്പോ ദൈവത്തിനാണ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഇരിക്കുന്ന ഹൃദയത്തിലെ ചിന്തകൾ എന്താണ്, ഹൃദയത്തിലെ ഭാവം എന്താണ്, അവന്റെ ഉദ്ദേശ്യം എന്താണ്, എന്തുകൊണ്ടാണ് വ്യക്തി ഇങ്ങനെ പെരുമാറിയത്, എന്തുകൊണ്ടാണ് പെരുമാറാതിരിക്കുന്നു, ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നത് ആർക്കാണ്? 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 പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമുക്കാണെന്ന്. പലപ്പോഴും നമ്മള് പറയുന്നത് അവൻ ഇങ്ങനെ പറഞ്ഞത് ഇതുകൊണ്ടാണ്, അവൾ അങ്ങനെ പറഞ്ഞത് ഇതുകൊണ്ടാണ്, അവൻ ഇങ്ങനെ ചെയ്യുന്നത് ഇതുകൊണ്ടാണ്. നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം എന്നുള്ള രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? നേരത്തെ നമ്മൾ രാവിലെ പാടി, ഞാനൊരു കൃമിയാണ്, ഞാനൊരു പുഴുവാണ്, ഞാനൊരു പൊടിയാണ് എന്നൊക്കെ നമ്മൾ പാടി, ഞാനൊരു പ്യൂണി മനുഷ്യനാണ് എന്നുള്ള ചിന്തയ്ക്ക് പകരം അപ്പൊ ഞാൻ ഐ എം എലിവേറ്റിംഗ് മൈസെൽഫ് ടു ദ പ്ലേസ് ഓഫ് ഗോഡ് വെൻ ഐ ജഡ്ജ് അതേഴ്സ്. ഞാൻ മറ്റുള്ളവരെ വിധിക്കുമ്പോൾ അവരുടെ ചിന്തകൾ അറിയാം, അവര് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് അറിയാം. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു വിധി പ്രസ്താവിക്കുകയാണ്. അത് ഇതുകൊണ്ടാണ്, അതുകൊണ്ടാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ നമ്മളെ തന്നെ ദൈവത്തിന്റെ സ്ഥാനത്തേക്ക് അവരോധിക്കുകയാണ്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു എത്ര ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമ്മൾ അതിനെ കാണണം. അപ്പൊ എന്നിട്ടാണ് ഇത് പറഞ്ഞിട്ട് കർത്താവ് തുടർന്ന് പറയുകയാണ്, 3-ാമത്തെ വാക്യം, എന്നാൽ സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത്? നമ്മുടെ കണ്ണിൽ ഒരു വലിയ കോലിരിപ്പുണ്ട്. നമ്മുടെ കണ്ണിലിരിക്കുന്ന വലിയ കോൽ എന്ന് പറയുന്നത് എന്താണ്? ആ വലിയ കോല് എന്ന് പറയുന്നത് തന്നെ ഈ വിധിക്കുന്ന മനോഭാവമാണ്. ഈ വിധിക്കുന്ന മനോഭാവം, നമ്മുടെ സ്നേഹമില്ലാത്ത, കരുണയില്ലാത്ത വിധിക്കുന്ന മനോഭാവത്തിനെ നമുക്കൊരു വലിയ കോലായിട്ട് നമുക്ക് കാണാം. ഈ വലിയ കോല് വിധിക്കുന്ന, ഈ കരുണയില്ലാത്ത, സ്നേഹമില്ലാത്ത ആ ഒരു വിധിക്കുന്ന മനോഭാവത്തോടുകൂടെ, കാഠിന്യമുള്ള ആ മനോഭാവത്തോടുകൂടെ എനിക്ക് എങ്ങനെയാണ് ഒരു വ്യക്തിയെ സഹായിക്കാൻ പറ്റുക? എനിക്ക് എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ കണ്ണിൽ നിന്നൊരു കരടെടുക്കാനായിട്ട് പറ്റുക? അതിനു പകരം ഞാന് നമ്മുടെ വീട്ടിൽ ആയിരിക്കും, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, അല്ലെങ്കിൽ നമ്മുടെ സഭയിൽ വരുമ്പോൾ നമ്മുടെ സഹോദരന്മാര്, അവരുടെയൊക്കെ ജീവിതത്തിൽ പല കുറവുകൾ നമ്മൾ കാണുമ്പോൾ ആ കാണുന്ന സമയത്ത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, അവരെ സഹായിക്കുന്നതിന് മുമ്പ് ഈ കോല് ഒന്ന് എടുക്കാനായിട്ട്, ദൈവമേ എന്നെ സഹായിക്കണേ, എന്റെ കണ്ണിൽ ഇപ്പോൾ തുളഞ്ഞു കയറി നിൽക്കുന്ന, മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയാത്ത, ആഴത്തിൽ കയറിയിരിക്കുന്ന ഒരു കോലുണ്ട്. അതെന്താണ്? ഒരു വിധിക്കുന്ന മനോഭാവമാണ്, അവരോട് സ്നേഹമില്ലാത്ത ഒരു മനോഭാവമാണ്, അവരെ കാഠിന്യത്തോടുകൂടെ കാണുന്ന ഒരു മനോഭാവമാണ്. കർത്താവെ, ആ മനോഭാവത്തെ എൻ്റെ ഹൃദയത്തിൽ നിന്നൊന്ന് മാറ്റി, അങ്ങയുടെ ആ സ്വഭാവം, കരുണയുള്ള, അവർക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യുന്ന, അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ആ ഒരു മനോഭാവത്തെ എനിക്ക് നൽകണമേ. നമ്മുടെ സഭയില് അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു വ്യക്തി ഈ രീതിയിൽ പെരുമാറുന്ന ഉടനെ തന്നെ നമ്മൾ കാഠിന്യത്തോടുകൂടി ഒരു വിധിയും പ്രസ്താവിച്ച് നമ്മൾ മറ്റുള്ളവരോടും പറഞ്ഞ് അതിങ്ങനെയാണ്, അങ്ങനെയാണ് എന്ന് പറയുന്നു. പക്ഷെ അതിനു മുമ്പ്, നമ്മൾ പറയുന്നതിന് മുമ്പ് നമ്മൾ അവർക്ക് വേണ്ടി ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഇന്റർസീഡ് ചെയ്തിട്ടുണ്ടോ? അവർക്ക് വേണ്ടി ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? കർത്താവെ, എൻ്റെ ഈ സഹോദരനെ, എൻ്റെ ഈ സഹോദരിയെ, എൻ്റെ ഈ കുഞ്ഞിനെ കർത്താവെ അങ്ങ് സഹായിക്കണം, അങ്ങ് കർത്താവെ അവരെ ഈ കാര്യത്തിൽ നിന്ന് വിടുവിക്കണം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഈ വിധിക്കുന്ന ഈ മനോഭാവത്തിന് പകരം കുറച്ചും കൂടെ സ്നേഹവും ആർദ്രതയും, ക്രിസ്തുവിന്റെ ആർദ്രത, അപ്പൊ ആ സ്നേഹവും ആർദ്രതയും ഒക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും. അത് കടന്നു വരുമ്പോൾ നമുക്ക് ആക്ച്വലി
മറ്റുള്ളവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ പറയുന്നു, അല്ല സ്വന്തം കണ്ണിൽ കോലിരിക്കെ നീ സഹോദരനോട് നില്ല്. അപ്പൊ അത് മാത്രമല്ല, ഈ പോയിക്കൊണ്ടിരിക്കുന്ന സഹോദരനാണ് അദ്ദേഹം വന്ന് നമ്മളെടുത്ത്, ബ്രദറെ എന്റെ കണ്ണിലെ ഒരു കരടുണ്ട്, ഒന്ന് എനിക്ക് അതൊന്ന് എടുത്തു തരണേ എന്ന് പറയല്ല. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അദ്ദേഹം അതിലൂടെ പോവുക, നടന്നു പോവുക, നമ്മുടെ ഒരു സഹോദരൻ. ഉടനെ നമ്മുടെ ഈ വലിയ ആള്, ദൈവത്തിന്റെ സ്ഥാനത്തിരിക്കുന്ന ആള് പുറകെ ചെന്നിട്ട്, നിക്ക് നിക്ക് നിക്ക്, നിങ്ങൾ നിക്ക്, വേറെ നിക്ക്, സിസ്റ്ററെ നിക്ക്. എത്ര സഹോദരിമാരെ, എത്ര ചെറുപ്പക്കാരികളായ സഹോദരിമാരെ, എത്ര മുതിർന്ന സഹോദരന്മാരെ, ചെറുപ്പക്കാരായ സഹോദരന്മാരെയൊക്കെ പിടിച്ചു നിർത്തിയിട്ടുണ്ട് നിങ്ങൾ നല്ല നമ്മൾ നിർത്തിയിട്ട് അവരെ ഞാൻ ശരിയാക്കി തരാം, ഞാനിപ്പോ ശരിയാക്കി തരാം, ഞാൻ കണ്ണീന്ന് ഞാൻ കരട് എടുത്തു തരാം പറയുക. അപ്പം എനിക്ക് അവിടെ അടുത്തോട്ട് ചെല്ലാൻ പോലും പറ്റുന്നില്ല, ഈ കോലിങ്ങനെ നിൽക്കുക, തള്ളി നിൽക്കുക. കോലുണ്ടല്ലോ, അവിടെ ഉണ്ട്. അത് നമുക്ക് പ്രിയ സൗരസ്വരന്മാരെ, നമുക്ക് ദൈവത്തിന്റെ മുമ്പാകെ, അപ്പൊ ഇന്ന് കേട്ട ഈ ദൈവവചനത്തിന് മുമ്പാകെ, കർത്താവെ ഈ വിധിക്കുന്ന മനോഭാവം, അവർക്ക് വേണ്ടി ഒരു കരുണയുടെയും ആർദ്രതയുടെയും മനോഭാവമില്ലാത്ത ഈ വിധിക്കുന്ന മനോഭാവം എന്നിൽ നിന്ന് കർത്താവെ അത് നീങ്ങണം, അത് മാറിപ്പോകണം, എന്നെ സഹായിക്കണമേ. ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്കുള്ളത്. ഞാൻ നമ്മുടെ ഒരു ചേർച്ചിൽ ഞാനിങ്ങനെ കേട്ടു, ഒരു ചേർച്ചില് അവിടെ ഒരു സഹോദരി ജോലിക്ക് ബസ്സിൽ പോയപ്പോ അവിടെ നോക്കിയപ്പോ ഉണ്ട്, ഒരു തിയേറ്ററിന് മുമ്പിൽ ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നു. ചർച്ചിൽ തന്നെയുള്ള ഒരു ചെറുപ്പക്കാരൻ അവിടെ തിയേറ്ററിന്റെ മുമ്പിൽ നിൽക്കുന്നു. അപ്പൊ വൈകിട്ട് അപ്പോൾ തിയേറ്ററിൽ നിന്ന് ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നു. അപ്പോൾ ഈ പയ്യനും ഈ ചെറുപ്പക്കാരനും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഉടനെ സഹോദരിക്ക് മനസ്സിലായി, വചനമൊക്കെ വലിയ CFC ആന്ന് പറഞ്ഞിട്ട് വലിയ വചനങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷെ കണ്ടോ നിൽക്കുന്നത് എവിടെയാ? തിയേറ്ററിന്റെ അവിടെ, ആരും കാണുന്നില്ല എന്നാ വിചാരം. അപ്പൊ നമ്മുടെ ഈ സഹോദരിയുടെ മോനാ. അപ്പോ അത് കഴിഞ്ഞു ഈ സഹോദരി പോയി. സഹോദരന്മാരും ഇങ്ങനെ പറയാൻ മിടുക്കന്മാരാ, എന്നാലും സഹോദരിമാർ ഇച്ചിരി കൂടുതൽ പെട്ടെന്ന് മറ്റുള്ളവരോട് പറയുന്ന സ്വഭാവം അവർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഉടനെ അടുത്ത സഹോദരി കണ്ടായിരുന്നോ? ഞാൻ കണ്ടു. ഞാന് അവിടെ പോയപ്പം അവിടെ നമ്മുടെ ആ സാക്ഷിയൊക്കെ പറയുന്ന ആ ചെറുപ്പക്കാരനല്ലേ, അവന്, നമ്മുടെ ഈ സഹോദരിയുടെ മോന് അവിടെ നിപ്പുണ്ടായിരുന്നു. കണ്ടോ സഹോദരി? ശരിക്കും കണ്ടോ? അവൻ തന്നെ. ഞാൻ വീണ്ടും നോക്കി, അവൻ തന്നെ, ആ ആള് തന്നെ അവിടെ നിൽക്കും. ഉടനെ ഈ സഹോദരി മറ്റേ സഹോദരിയോട് പറഞ്ഞു, മറ്റേ സഹോദരിയുടെ, അത് ഇവരൊക്കെ ഇങ്ങനെയാ പറഞ്ഞ് അവസാനം ഇതിങ്ങനെ വരുത്തി. അവസാനം ഇത് അവിടുത്തെ എൽഡേഴ്സിന്റെ ശ്രദ്ധയിൽ വന്നു. എടാ ഇത് ഒരു സഹോദരി വന്ന് അവര് ഗൗരവമായിട്ട് തന്നെ നമ്മുടെ ചെറുപ്പക്കാരെയൊക്കെ ശ്രദ്ധിക്കണം, ഇവരിങ്ങനെ ഇവിടെയൊക്കെ പറഞ്ഞ് ഇതൊക്കെയാണെങ്കിലും പോയി തിയേറ്ററിലും ഇവര് എന്നൊക്കെ പറഞ്ഞ് അവസാനം ഏതായാലും അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ജ്ഞാനം ഉണ്ടായിരുന്ന രണ്ട് എൽഡേഴ്സ് ഇതൊന്ന് നമുക്ക് എന്തായാലും ഒന്ന് വെരിഫൈ ചെയ്യണം എന്ന് വിചാരിച്ച് പിന്നെ ആ പറഞ്ഞ ചെറുപ്പക്കാരനെയൊക്കെ ഒന്ന് വിളിച്ച് സ്നേഹത്തിൽ, എന്താ മോനെ, നീ എന്താ, നിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കിയപ്പോ അപ്പോഴാ മനസ്സിലായത്, ഇവന് വൈകിട്ട് ട്യൂഷൻ ഉണ്ട്. അവന്റെ ട്യൂഷന്റെ സ്ഥലം ആ തിയേറ്ററിന്റെ അടുത്താണ് ട്യൂഷന്റെ സ്ഥലം. അപ്പൊ അവന് വൈകിട്ട് ആ സമയത്ത് ട്യൂഷൻ തുടങ്ങുന്നത്. അവൻ ട്യൂഷൻ അവിടെ പോയി, അവന് ട്യൂഷൻ അവിടെ നിന്ന് ട്യൂഷന് വേണ്ടി അവൻ പോവുകയാണ്. അവന് തിയേറ്ററിൽ പോയി ഒന്നും ചെയ്തില്ല. പക്ഷേ ഈ ഒരു കാര്യം പറഞ്ഞ് എത്രയധികം പരദൂഷണം. ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്താ? നമ്മളിന്ന് കണ്ടു, അതിന്റെ മേലിൽ ഒരു വിധി അങ്ങ് പ്രസ്താവിച്ചു എന്ന് മാത്രമല്ല, അത് അടുത്ത പരദൂഷണം മറ്റുള്ള ആൾക്കാരോട് പറഞ്ഞു, അടുത്ത ആളിനോട് പറഞ്ഞു. അവസാനം കാര്യം അന്വേഷിച്ചു വന്നപ്പോ ഇതാണ് കാര്യം. പ്രിയ സഹോദരന്മാരെ, പലപ്പോഴും നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ അതിനു പകരം ഒരു കരുണയോടെ, ആർദ്രതയോടെ, ഓക്കെ ഇതായിരിക്കാം, ഇതാണ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കാഠിന്യത്തോടു കൂടെ നമ്മളൊരു നെഗറ്റീവ് ചിന്ത, ഓക്കെ അവൻ വേറെ എന്തെങ്കിലും ഇവിടെ വന്നതായിരിക്കും, അവൻ എന്തെങ്കിലും വാങ്ങാൻ വന്നതായിരിക്കാം, അവന് വേണ്ടി എന്തെങ്കിലും ഒരു ഭാരം തോന്നുകയാണെങ്കിൽ അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. അതിന് പകരം ആദ്യം തന്നെ എന്തിനാ വേറൊരാളിനോട് പോയി ഇങ്ങനെ പരദൂഷണം പറയുന്നു? നമുക്ക് നമ്മുടെ ഹൃദയത്തിലുള്ള ആർദ്രതയില്ലാത്ത മനോഭാവത്തെ നമുക്ക് കാണുകയും ദൈവത്തിന്റെ മുമ്പാകെ നമ്മെ തന്നെ നമുക്ക് വിനയപ്പെടുത്തുകയും ചെയ്യാം. മറ്റൊരു കോൺഫറൻസിൽ നടന്നൊരു കാര്യമാണ്. മറ്റൊരു കോൺഫറൻസ് നടന്നു. കോൺഫറൻസ് കഴിഞ്ഞ് രാത്രി ചെറുപ്പക്കാരൊക്കെ ഇരുന്നവർ കളിച്ചു കുറെ നേരം. ചെറുപ്പക്കാരൊക്കെ കുറെ നേരം വർത്താനമൊക്കെ പറഞ്ഞ് കോൺഫറൻസിന്റെ പുറകില് ഒരു സ്ഥലത്ത് ഇരുന്ന് വർത്താനമൊക്കെ പറയുന്നു.
അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. അതങ്ങനെയാണ് സംഭവം. പക്ഷെ പിന്നീട് അവിടെ നിന്ന് ഒരു ചെറുപ്പക്കാരൻ വേറെ എവിടെയോ കുറെ ചെറുപ്പക്കാർ ഇരിക്കുന്നത് കണ്ടു. ഒരു ചെറുപ്പക്കാരൻ പോയി വീട്ടില് മറ്റോ പറഞ്ഞു. ഇതൊക്കെ കോൺഫറൻസ് ഒക്കെ ആണെങ്കിലും ഇവര് നമ്മുടെ ഏതോ അവരുടെ ചെറുപ്പക്കാരൻ അവിടെ ഇരുന്ന് പുക വലിച്ചു. അപ്പൊ ഇതാണ് ആരോപണം, പുക വലിച്ചു. അപ്പൊ ഇത് വേറൊരാളോട് പറഞ്ഞു. ഇത് കോൺഫറൻസിൽ വരെ സംഭവിച്ച കാര്യമാണ്. പറഞ്ഞ് അങ്ങോട്ട് പിന്നെ അവസാനം ഇത് അന്വേഷിച്ചു വന്നപ്പോ എന്താ സംഭവം? അന്വേഷിച്ചു വന്നപ്പോ ശരിയാണ്, അവിടെ കുറച്ച് ചെറുപ്പക്കാർ ഇരിപ്പുണ്ടായിരുന്നു. രാത്രിയാണ്, കുറച്ച് വൈകിയപ്പോ ഒത്തിരി കൊതുക് വരുന്നപ്പോ അവര് കൊതുക് തിരി കത്തിച്ച് താഴെ വന്നിരുന്നു, പുക മുകളിലേക്ക് വരുന്നു. അപ്പൊ ദൂരെ നിന്ന് കണ്ട വേറൊരു ആള് വിചാരിച്ചു ഇത് ഒരു വലിക്കുകയാണ്, തീരുമാനത്തിലെത്തി വലിക്കുന്നതാണ്. അത് കഴിഞ്ഞ് വേറൊരാളിനോട് പറഞ്ഞു, അടുത്ത ആളിനോട് പറഞ്ഞു. നമ്മൾ എത്ര ഗൗരവമായിട്ട് നമ്മുടെ മനോഭാവങ്ങൾ, നമ്മൾ എന്തിനെങ്കിലും ഒന്ന് കണ്ടു, അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു വിധി പ്രസ്താവിക്കുന്നു, അത് മറ്റുള്ളവരോട് പറയുന്നു, അവര് പറഞ്ഞ് മറ്റുള്ളവരോട് പറയുന്നു. നമ്മുടെ ഹൃദയത്തിൽ നമുക്കൊരു വ്യക്തിയോട് ഒരു ഭാരം ഉണ്ടെങ്കിൽ, ആ ക്രിസ്തുവിന്റെ ആർദ്രത, ആ കരുണ നമുക്ക് ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ആദ്യം നമ്മളൊന്ന് ഇന്റർസീഡ് ചെയ്യുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവെ, ഈ സഹോദരനെ, ഈ സഹോദരിയെ, ഈ ചെറുപ്പക്കാരനെ അങ്ങ് സഹായിക്കണമേ എന്ന് പറയുമ്പോൾ നമുക്ക് വിധിക്കുന്ന മനോഭാവത്തിന് പകരം അവരെ സഹായിക്കാനായിട്ട് പലപ്പോഴും നമ്മൾ മീറ്റിങ്ങിൽ നമ്മൾ എഴുന്നേറ്റ് നിന്ന് നിങ്ങൾ വചനം പങ്കുവെക്കണം. പ്രത്യേകിച്ച് സഹോദരന്മാര്, ഇവിടെ ഇരിക്കുന്ന വയസ്കരായ സഹോദരന്മാര്, അടുത്തൊരു തലമുറ ചെറുപ്പക്കാര്, നിങ്ങൾ പ്രായമുള്ളവരൊക്കെ, അവർക്ക് എഴുന്നേറ്റ് മറ്റുള്ളവരെ സഹായിക്കാനായിട്ടുള്ള ഒരു വചനം അവരുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. അവരെ സഹായിക്കാനായിട്ട് ഒരു വചനം അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിട്ട്, ഒരു പ്രോഫറ്റിക് വേർഡ് എഴുന്നേറ്റ് പറയാനായിട്ട് എന്തുകൊണ്ടാണ് ഹൃദയത്തിൽ ഇല്ലാത്തത്? മറ്റുള്ളവരെ കുറിച്ചുള്ള ഒരു ഭാരം, അവർക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന, അവർക്ക് വേണ്ടി ഒരു സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു വചനം തരും. ആ വചനം എഴുന്നേറ്റ് നിങ്ങൾക്ക് പങ്കുവെക്കാനായിട്ട് പറ്റും. പല സമയങ്ങളിലും നമ്മെ തന്നെ നമ്മൾ വിധിക്കുമ്പോൾ മറ്റുള്ളവരോടുള്ള ഒരു ഭാരം നമുക്കുണ്ടെങ്കിൽ ഒരു വചനം ദൈവം തരും. ആ രീതിയിൽ നമുക്ക് കൂട്ടായിട്ട് നമുക്ക് സഭയെ ഉത്സാഹിപ്പിക്കാനായിട്ട് പറ്റും. പ്രിയ സഹോദരന്മാരെ, നമ്മെ തന്നെ നമുക്ക് കാണുകയും നമ്മെ തന്നെ നമുക്ക് വിധിക്കുകയും ചെയ്യാം. നമ്മൾ മറ്റുള്ളവരെ ഈ കോല് നമ്മുടെ കണ്ണിൽ വെച്ചുകൊണ്ട് മറ്റുള്ളവരെ വിധിക്കാൻ ശ്രമിക്കാതെ ആ കോലിനെ മാറ്റി, കർത്താവെ, ആ കോലിന് പകരം എനിക്ക് ആർദ്രതയുള്ള, കരുണയുള്ള, സ്നേഹമുള്ള ഒരു വിധിക്കാത്ത മനോഭാവത്തെ എനിക്ക് നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് നമുക്ക് പറയാം. യെശയ്യാവ് 11-ാം അധ്യായം അവിടെ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ 2-ാമത്തെ വാക്യം, അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് വസിക്കും. യഹോവയുടെ ആത്മാവ് കർത്താവിന്റെ മേൽ വസിക്കും എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. കർത്താവിന്റെ മേൽ വസിക്കുന്ന ഈ ഒരു ആത്മാവിന്റെ പ്രത്യേകത, ആവസിക്കും. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. ഇപ്പൊ ഒരു ദൈവഭയം, അപ്പൊ നമുക്കും ക്രിസ്തുവിന്റെ മേൽ ആവസിച്ച പരിശുദ്ധാത്മാവ് നമ്മുടെ മേലും നമുക്ക് വേണം, ആ പരിശുദ്ധാത്മാവ് നമ്മുടെ മേലും വേണം എന്ന് നമുക്ക് പറയുമ്പോൾ, നമുക്ക് ആ പരിശുദ്ധാത്മാവിന്റെ ആവാസം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുമ്പോൾ നമുക്കും എന്താ വേണ്ടത്? നമുക്കും ഒരു ദൈവഭയത്തിന്റെ ആത്മാവ്, ഒരു ദൈവഭയം. കർത്താവെ, ദൈവഭയം നമുക്കുണ്ടാവുമ്പോൾ ദൈവത്തെ വേദനിപ്പിക്കുമോ എന്നുള്ളൊരു ഭയം. അത് മാത്രമല്ല, നമുക്കൊരു ആരോഗ്യകരമായ ദൈവഭയം. ദൈവമേ, ഞാൻ ഈ പറയുന്നത് ശരിയാണോ? ഞാൻ ഈ പറയുന്നത് തെറ്റാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു ചിന്ത, ഞാൻ തെറ്റിപ്പോകാനുള്ള. അപ്പൊ നമ്മൾ നുറുക്കത്തെ കുറിച്ചൊക്കെ ഒത്തിരി സഭയിൽ പറയാറുണ്ട്. നമുക്ക് നുറുക്കം, താഴ്മ എന്നൊക്കെ പറയുമ്പോൾ, കർത്താവെ, എനിക്ക് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു ചിന്ത. അതുകൊണ്ട് ഞാൻ പറയുന്നതിൽ ഞാൻ പെട്ടെന്ന് പറയാതിരിക്കട്ടെ, ഞാൻ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള മേഖലകളിൽ നമ്മൾ തെറ്റിപ്പോയവരാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ വിനയപ്പെടുത്തി കർത്താവിന്റെ മുമ്പാകെ, കർത്താവെ, എനിക്ക് ഈ ഒരു ദൈവഭയം എനിക്ക് നൽകണമേ. അപ്പൊ എന്നിട്ട് ഇവിടെ പറയുന്നത്, കർത്താവിനെ കുറിച്ച് പറയുന്നത്, അവന്റെ പ്രമോദം യഹോവ ഭക്തിയിലായിരിക്കും. ഫിയർ ഓഫ് ദ ലോർഡ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ആൻഡ് ഹി വിൽ ഡിലൈറ്റ് ഇൻ ദ ഫിയർ ഓഫ് ദ ലോർഡ്. ഹി വിൽ ഡിലൈറ്റ് ഇൻ ദ ഫിയർ ഓഫ് ദ ലോർഡ്. ദൈവഭയത്തിൽ അവന് പ്രമോദം ഉണ്ടാവും. അപ്പൊ ദൈവഭയത്തിൽ അങ്ങനെ ഒരു പ്രമോദം ഉണ്ടാവുമ്പോൾ അതിനെക്കുറിച്ച് തുടർന്ന് പറയുന്നത്,
അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയുമില്ല. അപ്പൊ പെട്ടെന്ന് ഞാനൊരു കണ്ടു, പുക കണ്ടു. അത് പുക കണ്ടപ്പോ അതിന്റെ കാര്യം ഇതാന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. അല്ലെങ്കിൽ ഒരാൾ അവിടെ നിൽക്കുന്നത് കണ്ടു, അത് ഇതാന്ന് കാര്യം ഞാനങ്ങ് തീരുമാനിച്ചു. തീരുമാനിക്കുക മാത്രമല്ല, ഞാൻ വേറൊരാളിനോട് പറയുകയും ചെയ്തു. കണ്ടു, ഉടനെ ഞാൻ ഒരു വിധി പ്രസ്താവിച്ചു. എന്നാൽ ഇവിടെ പറയുന്നത്, അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയുമില്ല. അപ്പൊ ഞാനത് കേട്ടു, അല്ലെങ്കിൽ ഞാൻ കണ്ടു. കാണുമ്പോൾ ഞാൻ വീണ്ടും, ദൈവമേ എന്താണ് അങ്ങ് എന്താ ആഗ്രഹിക്കുന്നത്, ഈ സാഹചര്യത്തിൽ ഞാൻ എങ്ങനെ പ്രതികരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് ആ രീതിയിൽ നമുക്ക് കേൾക്കാൻ വേഗതയും പറവാൻ താമസവും ഉള്ളവരായിരിക്കാനായിട്ടൊക്കെ ദൈവവചനം പറയുന്നു. നമുക്ക് ആ രീതിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ഒത്തിരി തെറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവെ അങ്ങ് എന്നെ വരുന്ന ദിവസങ്ങളിൽ കൂടുതലൊരു നുറുക്കത്തിലേക്ക്, കൂടുതലൊരു താഴ്മയിലേക്ക്, വിനയത്തിലേക്ക്, പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവിലേക്ക്, പരിശുദ്ധാത്മാവിന്റെ ഈ ഒരു നിറവ്, യഹോവ ഭക്തിയുടെ ആത്മാവ്, ഞാൻ വിധിക്കാത്ത ആ ഒരു മനോഭാവം, ഞാൻ പെട്ടെന്ന് കാണുന്നത് കൊണ്ട് ഞാൻ ഉടനെ തീരുമാനിക്കുന്നില്ല, കേൾക്കുന്നത് കൊണ്ട് ഞാൻ ഉടനെ തീരുമാനിക്കുന്നില്ല, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോകാനും വ്യക്തിപരമായ ഒരു ദൈവത്തിന്റെ ഉള്ള അടുപ്പം. പ്രിയ സൗരസവന്മാരെ, നമ്മൾ വ്യക്തിപരമായിട്ട് ദൈവത്തോടുള്ള ഒരു അടുപ്പം നമുക്കുണ്ടോ? അപ്പൊ ഞാൻ എങ്ങനെയാ, നിങ്ങളുടെ വ്യക്തിപരമായ അടുപ്പം എങ്ങനെയാണ്? ബ്രദറെ, ഞാൻ ഡെയിലി ഡിവോഷൻ കേൾക്കാറുണ്ട്. ഡെയിലി ഡിവോഷൻ, നമുക്ക് ഡെയിലി ഡിവോഷൻ ഉണ്ട്, ഞാൻ ഡെയിലി ഡിവോഷൻ കേൾക്കുന്നുണ്ട്. ഈ ഡെയിലി ഡിവോഷൻ കേൾക്കുന്നത് മാത്രമാണോ നമ്മുടെ ദൈവത്തോടുള്ള ഡിവോഷൻ? നമ്മളോട് തന്നെ നാം ചോദിക്കണം. നമുക്ക് ഈ ഡെയിലി ഡിവോഷൻ നമ്മൾ കേൾക്കുന്നതൊക്കെ നമ്മെ ദൈവത്തിന്റെ അടുത്തേക്ക് നയിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ വ്യക്തിപരമായ ദൈവിക അന്വേഷണത്തിൽ നിന്നുള്ള ഒരു എസ്കേപ്പിസം, അല്ലെങ്കിൽ വ്യക്തിപരമായ ദൈവിക അന്വേഷണത്തിൽ നിന്നുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല നമ്മൾ ഇടുന്ന ഡെയിലി ഡിവോഷനൊക്കെ. ആ ഡെയിലി ഡിവോഷനും ഒക്കെ നമ്മൾ അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ ഇരിക്കുമ്പോൾ, കർത്താവെ എന്നെ സഹായിക്കണമേ, കർത്താവെ എന്നെ ഗൈഡ് ചെയ്യണമേ, കർത്താവെ ഈ സാഹചര്യത്തിൽ എനിക്ക് സഹായിക്കണമേ, കർത്താവെ ഇവിടെ ഞാൻ തെറ്റിപ്പോയല്ലോ എന്ന് പറയാനും, അത് മാത്രമല്ല ദൈവവചനം വ്യക്തിപരമായിട്ട് നമുക്ക് വായിക്കാനും, ഇതൊക്കെ സഹോദരന്മാരെ നിങ്ങൾ ചെയ്യാറുണ്ടോ? ഇവിടെയുള്ള മുതിർന്ന സഹോദരന്മാര്, ചെറുപ്പക്കാർ, ദൈവവചനം വായിക്കാൻ, കർത്താവെ ദൈവവചനത്തിൽ നിന്ന് എന്നോട് വ്യക്തിപരമായിട്ട് സംസാരിക്കണമേ, എനിക്ക് കർത്താവെ സഭയെ അനുഗ്രഹിക്കാനായിട്ടുള്ള വചനം നൽകണമേ, എന്നെ അനുഗ്രഹിക്കാനായിട്ട്, ആദ്യമായിട്ട് അതാ വേണ്ട, എന്നോട് സംസാരിക്കണമേ, എന്റെ കുറവുകളെ കാണിച്ചു തരുന്നൊരു വചനത്തെ എനിക്ക് നൽകണമേ. നമുക്ക് ഈ ഒരു ജീവിതത്തിലേക്ക്, ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് മടങ്ങി വരേണ്ടതുണ്ട്. നമ്മൾ യെശയ്യാവ് 58 അധ്യായം നോക്കുക. അവിടെയും വിരൽ ചൂണ്ടുന്നതിനെ നമ്മുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയണം എന്ന് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നു, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നില്ല. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാത്തതിന്റെ ഒരു കാരണമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്, നുകവും, 10-ാം വാക്യം, നുകവും വിരൽ ചൂണ്ടുന്നതും വഷളത്വം സംസാരിക്കുന്നതും നീ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയണം. അപ്പൊ ഞാനിങ്ങനെ എപ്പോഴും വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കുന്നു, ഞാനിങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് വഷളത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞാനിങ്ങനെ മറ്റുള്ളവരുടെ മേൽ ഭാരം വെച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നതിന് പകരം അവരോട് ഈ പരീശന്മാർ ചെയ്യുന്നത് പോലെ അവർക്ക് മേലൊരു ഭാരം വെച്ചുകൊണ്ടിരിക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കുകയില്ല. ദൈവം എന്നെ ഒരിക്കൽ വിധിക്കുമ്പോൾ കാഠിന്യത്തോടുകൂടിയായിരിക്കും ദൈവം വിധിക്കുന്നത് എന്ന് നമ്മൾ നേരത്തെ വായിച്ചു. ഇവിടെ പറയുന്നു, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം കേൾക്കുകയില്ല. എന്നാൽ നമ്മൾ ഈ ഒരു ബന്ധനവും, ആരെയും ഒരു ബന്ധനത്തിലില്ലാതെ അന്യായ ബന്ധനങ്ങളെ അഴിച്ച്, നുഖത്തിന്റെ ആമിക്കറുകളെ അഴിച്ച് മറ്റുള്ളവരെ സ്വതന്ത്രരായി വിടുമ്പോൾ നമുക്ക് കർത്താവിന് അതാണ് ഇഷ്ടമുള്ള, കർത്താവിനോട് കൂടെയുള്ള വാസം, ഉപവാസം എന്ന് പറയുന്നത്, അതാണ് കർത്താവിന് ഇഷ്ടം. നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മൾ ഇന്ന് കേട്ട ഈ വചനങ്ങളൊക്കെ കൂടുതൽ ആ രീതിയിലുള്ള ദൈവത്തോടുള്ള ഒരു വ്യക്തിപരമായ അടുപ്പത്തിലേക്ക്, ദൈവിക സ്വഭാവത്തിലേക്ക് കൂടുതൽ കർത്താവെ എനിക്ക് നൽകണമേ എന്നുള്ള ഒരു ആഗ്രഹവും താല്പര്യവും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവട്ടെ. നമ്മൾ നേരത്തെ ബ്രദർ യോഹന്നാൻ 8-ാം അധ്യായത്തിലുള്ള സ്ത്രീയെ കുറിച്ച് പറഞ്ഞു. ഈ യോഹന്നാൻ 7-ാം അധ്യായം നോക്കുക. അതിന് തൊട്ട് മുമ്പുള്ള ഒരു കാര്യം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. യോഹന്നാൻ 8-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: യേശു ഒലിവമലയ്ക്ക് പോയി എന്നുള്ളത് ഈ 7-ാം അധ്യായത്തിന്റെ കണ്ടിന്യൂവേഷനാണ്.
അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ പറയാം, ആക്ച്വലി 8-ാം അധ്യായം തുടങ്ങുന്നത് ആ 2-ാം വാക്യത്തിലാണ്. അധികാലത്ത് അവൻ പിന്നെയും ദൈവാലയത്തിൽ ചെന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഓക്കെ. അപ്പൊ അധികാലത്ത് ഇതായിരുന്നു. അപ്പൊ തലേ ദിവസം എന്താ സംഭവിച്ചത്, അന്ന് രാത്രി എന്താ സംഭവിച്ചത്, അത് നമുക്ക് കാണണമെങ്കിൽ യോഹന്നാൻ 7-ാം അധ്യായത്തിലേക്ക് നോക്കണം. യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു കൂടാര പെരുന്നാളിന് വേണ്ടി യേശു ആദ്യം പോകാതിരിക്കുന്നത്, അതിനുശേഷം കുറച്ച് താമസിച്ച് ദൈവത്തിന്റെ സമയത്ത് ഞാൻ പോകുമെന്ന് പറഞ്ഞ് യേശു പോകുന്നതും, യേശു ഇങ്ങനെ പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഈ പരീശന്മാരെല്ലാം എങ്ങനെയെങ്കിലും യേശുവിനെ പിടിക്കണം, എങ്ങനെയെങ്കിലും യേശുവിന്റെ മേൽ എന്തെങ്കിലുമൊക്കെ കുറ്റം ചാർത്തി യേശുവിനെ പിടിക്കണം എന്നുള്ള പല പദ്ധതികൾ അവർ ഒരുക്കുകയാണ്. അപ്പോ 30-ാം വാക്യം നോക്കുക. അപ്പോ യേശു ആ രീതിയിൽ ദൈവത്തെക്കുറിച്ച് പറയുന്നു. യേശുവിന്റെ വചനങ്ങളിൽ പലരെ സ്വാധീനിക്കപ്പെടുന്നു. 30-ാം വാക്യത്തിൽ, ആകയാൽ അവർ അവനെ പിടിക്കുവാൻ അന്വേഷിച്ചു, എങ്കിലും അവന്റെ നാഴിക വന്നിട്ടില്ലായകയാൽ അവന്റെ മേൽ കൈവച്ചില്ല. അപ്പോ യേശുവിനെ എങ്ങനെയെങ്കിലും പിടിക്കണം. അപ്പൊ അവര് നേരിട്ട് പിടിക്കാനായിട്ട് നോക്കി, പറ്റിയില്ല. അപ്പൊ 32-ാം വാക്യം നോക്കുക. പുരുഷാരും അതിൽ ചിലര് ഇവൻ നല്ല എന്ന് പറഞ്ഞു, ചിലര് അവനെ വിശ്വസിച്ചു. അപ്പം ചിലര് യേശുവിന്റെ അടയാളം കണ്ടു. പല സ്ത്രീകളും പലരും യേശുവിൽ വിശ്വസിക്കുന്നു, യേശുവിനെ ബഹുമാനിക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ പുരുഷാരം അവനെക്കുറിച്ച് ഇങ്ങനെ കുശുകുശുക്കുന്നു. 32-ാം വാക്യം, എന്ന് പരീശന്മാർ കേട്ടപ്പോൾ അവനെ പിടിക്കേണ്ടതിന് മഹാപുരോഹിതന്മാരും പരീശന്മാരും ചേവകരെ അയച്ചു. അപ്പൊ അവരെ സ്വന്തമായിട്ട് നോക്കി. അത് കഴിഞ്ഞിട്ട് യേശുവിനെ പിടിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ കുറെ അവരുടെ സെർവൻസ്, അസിസ്റ്റന്റ് സോൾജേഴ്സിനെയൊക്കെ കുറെ പേരെ എങ്ങനെയെങ്കിലും യേശുവിനെ പിടിച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞു. ഇങ്ങനെ യേശുവിനെ പിടിക്കാനും യേശുവിനെ എങ്ങനെയെങ്കിലും കുറ്റം ചാർത്താനും വേണ്ടി പദ്ധതികൾ ഇടുന്നതൊക്കെയാണ് നമ്മൾ ഈ 7-ാം അധ്യായത്തിൽ കാണുന്നത്. അതിന്റെ ഇടയിൽ നിന്നുകൊണ്ടാണ് കൂടാരപ്പെരുന്നാളിന്റെ അവസാന ദിവസം യേശു പറയുന്നത്, ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അവിടെ നിൽക്കുന്ന ആ ആളുകളോടൊക്കെ ചേർത്താണ് യേശു പറയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് പറഞ്ഞു. ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. തന്റെ മേൽ ആ ആത്മാവ് ഉണ്ടായിരുന്നു. നമ്മള് യെശയ്യാവ് 11-ാം അധ്യായത്തിൽ വായിച്ച ആ യഹോവയുടെ ആത്മാവ്, ദൈവഭയത്തിന്റെ ആത്മാവ്, ആ സ്നേഹത്തിന്റെ ആത്മാവ്, കരുണയുടെ ആത്മാവ്, വിധിക്കാത്ത ആ മനോഭാവത്തിന്റെ ആത്മാവ് കർത്താവിന്റെ മേലുണ്ടായിരുന്നു. കർത്താവ് പറയുന്നു, നിങ്ങളുടെ മേലും ഈ ആത്മാവ്, നിങ്ങളുടെ മേലും നിങ്ങൾക്ക് വരും. ആ ആത്മാവിനെ കുറിച്ച്, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത് എന്ന് അവിടെ നമ്മൾ വായിക്കുന്നു. അപ്പൊ വീണ്ടും നമ്മൾ 43-ാം വാക്യം നോക്കുക. വീണ്ടും പുരുഷാരത്തിൽ അവനെ ചൊല്ലി ഭിന്നതയുണ്ടായി. അവരിൽ ചിലർ അവനെ പിടിക്കുവാൻ ഭാവിച്ചുവെങ്കിലും ആരും അവന്റെ മേൽ കൈവച്ചില്ല. എങ്ങനെയെങ്കിലും യേശുവിനെ പിടിക്കാൻ വേണ്ടിയാണ് ഈ പല പ്ലോട്ടുകൾ ഇവർ ചെയ്യുന്നു. എന്നിട്ട് അവര് പിന്നെ ചോദിക്കുന്നു, ഉടനെ ചേവകർ മഹാപുരോഹിതന്മാരുടെയും പരീശന്മാരുടെയും 45-ാം വാക്യം അടുക്കൽ മടങ്ങി വന്നപ്പോൾ അവർ അവരോട്, നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു. നിങ്ങളെ പിടിക്കാനല്ലേ വിട്ടത്, എന്താ അവനെ കൊണ്ടുവരാഞ്ഞത്? അപ്പോ ഈ സേവകന്മാരൊക്കെ ഇത് പോയി കണ്ടിട്ട് പറഞ്ഞു, ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഉടനെ പരീശന്മാർ, നിങ്ങളും തെറ്റിപ്പോയോ? ആരെങ്കിലും അവനിൽ വിശ്വസിക്കുമോ? അവർക്ക് പിന്നെയും ദേഷ്യം വന്ന് അത് കഴിഞ്ഞപ്പം പിന്നെ നോക്കിയപ്പോ ഉണ്ട് അവരുടെ നിക്കോദേമോസ് 51-ാം വാക്യത്തിൽ 50-ാം വാക്യത്തിൽ നിക്കോദേമോസും അവരോട് 51-ാം വാക്യത്തിൽ യേശുവിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് 51-ാം വാക്യത്തിൽ, നിങ്ങൾ എന്തിനാ ന്യായപ്രമാണ പ്രകാരം അവനെ ആദ്യം അവൻ പറയുന്നത് എന്താന്ന് പോലും കേട്ടിട്ടില്ല, കേൾക്കാതെ നിങ്ങൾ എന്തിനാ അവനെ വിധിക്കുന്നുവോ എന്ന് നിക്കോദേമോസും ചോദിച്ചു. അപ്പൊ ഇതൊക്കെയാണ് ഈ 7-ാം അധ്യായത്തിൽ നടന്നിട്ട് ഈ പരീശന്മാര് നോക്കിയിട്ട് യേശുവിനെ പിടിക്കാനേ പറ്റുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ് അവര് ഈ ഉത്സവവും കഴിഞ്ഞു. എല്ലാരും അവര് ഓരോരുത്തൻ താൻ്റെ വീട്ടിലേക്ക് അവര് മടങ്ങിപ്പോയി. ഇതാണ് 7-ാം അധ്യായത്തില് അവരെല്ലാം വീട്ടിലേക്ക് മടങ്ങിപ്പോയപ്പോ യേശുവിനെ എങ്ങനെയെങ്കിലും പിടിക്കണമെന്ന് പ്ലാൻ ചെയ്തിരുന്ന ഈ പരീശന്മാര് അവർക്ക് ഒട്ടും സ്വസ്ഥതയിൽ പല വഴികൾ നോക്കി. അവർ നേരിട്ട് നോക്കി, സേവകന്മാരെ വെച്ച് നോക്കി, പല സാഹചര്യങ്ങൾ നോക്കി, പല പ്ലോട്ടുകൾ. അന്ന് രാത്രി അപ്പൊ ഒരു പ്ലോട്ട് തയ്യാറാക്കി, ഇനിയിപ്പോ യേശുവിനെ പിടിക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു വഴി നമുക്ക്. അപ്പോഴാണ് അവരുടെ മനസ്സിൽ ഒരു ഐഡിയ വന്നു, നമുക്കൊരു വ്യഭിചാരത്തിൽ, അപ്പൊ ഇന്ന് രാത്രി തന്നെ നമുക്ക് പോയി, ഇപ്പൊ ഇവര് തന്നെ ഉണ്ടാക്കിയ ഒരു പ്ലോട്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് രാത്രി എവിടുന്ന ആ രീതിയിൽ പോയി ഒരു ആ കൂട്ടത്തിലുള്ള ഏതെങ്കിലും
ഒരു ഭർത്താവും ഒക്കെ ചേർന്ന് അവര് ഒരു പ്ലോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും. നമുക്കൊരു സ്ത്രീയെ പിടിച്ചിട്ട് രാവിലെ യേശുവിന്റെ അടുത്ത് കൊണ്ടുവരണം. അവര് എന്നിട്ടാണ് പറയുന്നത്, യേശു ഒലിവുമലയ്ക്ക് പോയി. അതികാലത്ത് 2-ാം വാക്യം, അവർ പിന്നെയും ദേവാലയത്തിൽ ചെന്നു, ജനങ്ങളൊക്കെയും അവന്റെ അടുക്കൽ വന്നു അവനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാ ഈ ശാസ്ത്രിമാർ, 3-ാം വാക്യം നോക്കുക, ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവനോട്, ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. ഇവർക്ക് എവിടുന്ന് കിട്ടി? ഇവര് എങ്ങനെയെങ്കിലും യേശുവിനെ പിടിക്കാനാണ്. അപ്പം അതായത് യേശുവിന് ഒത്തിരി സപ്പോർട്ട് കിട്ടുന്നു. അപ്പോ ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയാണെങ്കിൽ കല്ലെറിയണം എന്നാണ് നിയമം. അപ്പൊ യേശു ഇവളെ കല്ലെറിയണം എന്ന് പറയുമ്പോ ഈ ജനസമ്മതി യേശുവിന് നഷ്ടപ്പെടും. അല്ല, യേശുവിന് ഇവളെ കല്ലെറിയരുത് എന്നാണ് യേശു പറയുന്നതെങ്കിൽ ഇവൻ ന്യായപ്രമാണത്തിന് വിരോധമായി നിൽക്കുന്നു, ഇവനെതിരെ നമുക്ക് കുറ്റം ചുമത്താം. ആകെ നല്ലൊരു ഐഡിയ. അവരതിനു വേണ്ടിയുള്ള ഒരു പ്ലോട്ടൊക്കെ ഉണ്ടാക്കി ഒരു സ്ത്രീയെ അവിടെ കൾപ്രിറ്റ് ആക്കി, ഒരു സ്കേപ്പ് ഗോട്ട് ആക്കി അവിടെ കൊണ്ടുപോകും. അപ്പോ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നോക്കുക, എന്നിട്ട് ഇത് അവനെ കുറ്റം ചുമത്തുവാൻ 6-ാം വാക്യം ഇങ്ങനെ, ഗുരു 4-ാം വാക്യം, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു, ഇങ്ങനെയുള്ളവരെ കല്ലെറിയണം എന്ന് മോശെ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു, നീ ഇവളെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. അത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. യേശു കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അപ്പൊ യേശു ദൈവത്തോട് ചോദിച്ചു, കർത്താവ്, എന്താ ഇതിന്റെ, ഞാനിപ്പോ എന്താ പറയുക, എന്താ ചെയ്യേണ്ടത്? ഞാനിതാ കാണുന്നത്, ഞാനിതാ കേൾക്കുന്നത്, ഇതാ എന്റെ മുമ്പിൽ ഒരു സ്ത്രീ നിൽക്കുന്നു, ഞാൻ കേൾക്കുന്നത് ഇവരിതാ പറയുന്നത്, അവരതിന് പ്രൂഫുമായിട്ടാ വന്നിരിക്കുന്നത്, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? അപ്പൊ ദൈവം യേശുവിന് ഇവരുടെ കാഠിന്യത്തെ, ഇവരുടെ ആർദ്രതയില്ലായ്മയെ, ഇവരുടെ ഈ പ്ലോട്ടിന്, ഇതൊക്കെ കർത്താവിന് അതിനെക്കുറിച്ചുള്ള വിവേചനം കിട്ടി, അതിനെക്കുറിച്ചുള്ള ഒരു ബോധ്യം, ഒരു ഉൾക്കാഴ്ച കിട്ടി. ദൈവം, നീ ഇതാണ് പറയേണ്ടത് എന്ന് അവന് സമയമെടുത്ത് അവൻ നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. നിങ്ങളിൽ യേശു നിവർന്ന്, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത്തെ എന്ന് അവരോട് പറഞ്ഞു. യേശുവിനപ്പോ പറയാനുണ്ടായിരുന്നത് അവരോടായിരുന്നു. നിങ്ങളുടെ കാഠിന്യമില്ലാത്ത ഹൃദയം, കഴിഞ്ഞ രാത്രിയിൽ നിങ്ങൾ എന്തൊക്കെയാണ് പദ്ധതിയിട്ടത്, ഇതൊക്കെ യേശുവിന്റെ ഒറ്റ ചോദ്യത്തിന് മുമ്പിൽ അവരുടെ ഹൃദയത്തിലേക്ക് അവർക്ക് വെളിച്ചം ലഭിച്ചു. അവർക്ക് അറ്റ്ലീസ്റ്റ് അതിലേക്ക് അവരുടെ ഇരുട്ട് അവർക്ക് കാണാനായിട്ട് പറ്റി. അവർക്ക് യഥാർത്ഥ വെളിച്ചം അവർക്ക് ലഭിച്ചില്ല. പക്ഷെ അവർക്ക് യേശുവിന്റെ വെളിച്ചത്തിന് മുമ്പിൽ അവർക്ക് നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല. അവർ ഓരോരുത്തരായിട്ട് അവിടെ നിന്ന്, അവിടെ മൂത്തവരും ഇളയവരും, പ്രായമുള്ള ആൾക്കാർ ആദ്യം, ഈ പ്രായമുള്ള ആൾക്കാരാണ് ആദ്യം ഈ പദ്ധതികളൊക്കെ ഇട്ട പരീശന്മാരും ശാസ്ത്രിമാരും. അവരാദ്യം, ഇളയവരും ഓരോരുത്തരായി വിട്ടുപോയി. യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു. യേശുവിന്റെ കരുണ, യേശുവിന്റെ ആർദ്രത, ഒരുപക്ഷെ ഏതെങ്കിലും രീതിയിലുള്ള പാപത്തിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കുരുക്കിൽപ്പെട്ട് ഇന്ന് നിസ്സഹായി നിൽക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ ആ സാഹചര്യങ്ങൾക്കൊക്കെ അതീതമായിട്ട് ഹൃദയത്തിലെ നിങ്ങളുടെ മനോഭാവത്തെ, ഹൃദയത്തിലെ നുറുക്കത്തെ, ഹൃദയത്തിലെ ആഗ്രഹത്തെ, ഹൃദയത്തിലെ ആ പാപബോധത്തെ, ഹൃദയത്തെ അനുതാപത്തെ കാണുന്ന ആ കർത്താവ് നിങ്ങളോട് പറയുന്നു, പോക മകനെ. കർത്താവ് വിളിക്കുന്നത് നോക്കുക ആ സ്ത്രീയെ. ഇവിടെ ഇന്ന് വീട്ടിലൊക്കെ എനിക്ക് സാധാരണ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു വാക്കാണ് എടി എന്നുള്ള ഈ വിളി. പലപ്പോഴും വീട്ടിലും അങ്ങനെ വിളിക്കും, പിള്ളേരെ വിളിക്കും, എല്ലാവരും അങ്ങനെ വിളിച്ചൊരു ശീലമുണ്ട് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച്. ഇവിടെ ഇങ്ങനെ ചില ആൾക്കാരൊക്കെ, ചില പാസ്റ്റർമാരൊക്കെ, വലിയ ആൾക്കാർ വലിയ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അങ്ങോട്ട് അത് എടുത്തോണ്ട് വാ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുന്നത് പലപ്പോഴും നമുക്ക് കേൾക്കാറുണ്ട്. പക്ഷെ യേശുവിന്റെ ഈ വാക്കുകളിൽ കൂടെയുള്ളതാണ് ആർദ്രത ശ്രദ്ധിക്കുക. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട് യേശുവിന്റെ മുമ്പാകെ നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയുടെ ഹൃദയത്തിന്റെ നുറുക്കം, ഹൃദയത്തിന്റെ അനുതാപം, ആ സ്ത്രീ ഈ സാഹചര്യത്തിലൂടെ ഒക്കെ എങ്ങനെയോ കുടുങ്ങിപ്പോയതാണ്. ഇതൊക്കെ യേശുവിന് അറിയാം. അപ്പോ ആ സ്ത്രീയുടെ ഹൃദയത്തിലെ ആ അനുതാപമൊക്കെ കണ്ടിട്ട് അവളോട് യേശു നിവർന്നു നിന്ന് അവളോട്, സ്ത്രീയെ, അവർ എവിടെ? വളരെ ബഹുമാന പുരസ്സരം കർത്താവിന്റെ ആ വാക്കുകൾ, ആ കർത്താവ് അവളോട് ഡീൽ ചെയ്യുന്നു, അവളോട് സംസാരിക്കുന്നു. അപ്പോ ഓക്കെ, നിനക്കിങ്ങനെ പറ്റി, പക്ഷെ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ് അവളെ അയക്കും. കർത്താവ് എത്ര പേഷ്യൻസോടുകൂടെയാണ് വെയിറ്റ് ചെയ്യുന്നത്. നമുക്ക് ഒട്ടും ക്ഷമയില്ല.
നമുക്കൊട്ടും ക്ഷമയില്ല. അതില് ഞാൻ ഞാൻ എന്നെ തന്നെ ഞാൻ കാണും. കർത്താവെ, എനിക്ക് ഒത്തിരി ക്ഷമ കുറവാണ്. കർത്താവെ, എനിക്ക് അങ്ങയുടെ ഒരു പേഷ്യൻസിനെ നൽകണമേ. വെയിറ്റ് ചെയ്യാൻ വിരൽ കൊണ്ട് എഴുതി, കർത്താവെ, ഈ സാഹചര്യത്തിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ സാഹചര്യത്തിൽ ഇവിടെ എന്റെ മുമ്പിൽ നിൽക്കുന്നത് ഒരു വിലയേറിയ ഒരു ജീവനാണ്, ഒരു വിലയേറിയ ഒരു വ്യക്തിയാണ്, ഒരു വിലയേറിയ ഒരു കുഞ്ഞാണ്. ഈ ചെറിയവരിൽ ഒരുത്തന് നമ്മൾ ചെയ്യുന്നത്, അത് നമ്മൾ അവരെ ഇടറിപ്പോകാനായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ ദൈവം അതിനെ വലിയ ഒരു തിന്മയായിട്ട് നമ്മൾ ദൈവം കാണുന്നു. നമ്മുടെ തലയിൽ ഒരു കഴുത്തിലൊരു തിരികല്ല് കെട്ടി നമ്മളെ താഴ്ത്തിക്കളയാൻ മാത്രം ഗൗരവമുള്ള ഒരു കാര്യമായിട്ട് കർത്താവ് കാണും. കർത്താവ്, എന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ വിലയേറിയ എന്റെ ഭാര്യ, ഈ വിലയേറിയ എന്റെ മകൻ, എന്റെ മകൾ, ഈ വിലയേറിയ എന്റെ സഭയിലുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരൻ സഹോദരി, ഈ സഭയിലുള്ള വിലയേറിയ എന്റെ ഈ ചെറുപ്പക്കാരനായ സഹോദരൻ സഹോദരി, നമ്മള് മൺപാത്രങ്ങളിൽ നിക്ഷേപം എന്നുള്ള ഒരു പ്രയോഗം വചനത്തിലുണ്ട്. ഈ വിലയേറിയ നിക്ഷേപമുള്ള ഒരു സഹോദരൻ സഹോദരിയുമാണ്. പലപ്പോഴും നമ്മൾ ആ നിക്ഷേപം കാണുന്നതിന് പകരം അവരുടെ മൺപാത്രത്തെയാണ് നമ്മൾ കാണുന്നത്. അവരുടെ മൺപാത്രം, അവരുടെ ചില തെറ്റായ സ്വഭാവങ്ങൾ, ആ തെറ്റായ കാര്യങ്ങളൊക്കെ കണ്ട് അതിനോട് പ്രതികരിക്കുന്നു. അവരുടെ ഉള്ളിലുള്ള നിക്ഷേപം, ആ നിക്ഷേപത്തിലുള്ള ക്രിസ്തുവിന്റെ ജീവൻ അവരിൽ നിന്ന് നമുക്ക് പങ്കാളികളാകാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. പക്ഷേ കർത്താവ് ഈ സ്ത്രീയെ ഒരു വിലയുള്ള സ്ത്രീയായിട്ട് കണ്ട്, ദൈവമേ, ഈ സഹോദരിയെ സഹായിക്കാനായിട്ട്, ഈ സ്ത്രീയെ സഹായിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ എന്താ പറയേണ്ടത്? കർത്താവിന് അവിടെ കറക്റ്റ് വാക്ക് കിട്ടി. ആ സ്ത്രീക്ക് ഹൃദയത്തിൽ ആവശ്യമായിട്ടുള്ളൊരു വചനം ലഭിച്ചു. ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്കും ആവശ്യമായിട്ടുള്ള ഒരു വചനം ലഭിച്ചു. നമുക്ക് ദൈവത്തിന് മുമ്പാകെ, കർത്താവെ, അങ്ങയുടെ സ്വഭാവം എനിക്ക് വേണം. ഞാൻ അങ്ങയുടെ സ്വഭാവത്തിൽ നിന്ന് എത്രയോ മാറിപ്പോയിരിക്കുന്നു. എന്നെ കർത്താവെ കൂടുതൽ ക്ഷമ എനിക്ക് നൽകണമേ, കൂടുതൽ ആർദ്രത എനിക്ക് നൽകണമേ. എന്റെ കണ്ണിൽ നിന്ന് ആ കർത്താവെ വിധിക്കുന്ന ആ നീണ്ട കോൽ, കർത്താവെ വിധിക്കുന്ന മനോഭാവം, കാഠിന്യത്തോടുകൂടിയ മനോഭാവം, ആർദ്രതയില്ലാത്ത മനോഭാവം എന്നിൽ നിന്ന് കർത്താവെ നീങ്ങുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ സഹായിക്കണമേ, എന്നെ സഹായിക്കണമേ. നമ്മള്, എനിക്ക് തോന്നുന്നു പണ്ടൊരിക്കൽ സാക്ക് ബ്രദർ പറഞ്ഞതാണെന്ന് തോന്നുന്നു. ഒരിക്കൽ ഈ ഒരു ഉദാഹരണം നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ പണ്ട് ഒരു ട്രെയിനിൽ ഒരു പിതാവ്, ഒരു ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെന്റ് ആണ്. ആ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഒരു പിതാവ് 3 കുഞ്ഞുങ്ങളുമായിട്ട് ജനറൽ കമ്പാർട്ട്മെന്റിലേക്ക് കയറി. ജനറൽ കമ്പാർട്ട്മെന്റിലൊക്കെ ആളുകള്, ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയം, ആളുകളൊക്കെ ഒരുവിധം ഉറങ്ങി. ആ രീതിയിൽ മയക്കം, വലിയ തിരക്കില്ല, എന്നാൽ തിരക്കുണ്ട്, അത്യാവശ്യം തിരക്കുള്ള ട്രെയിനിൽ ഈ ഒരു പിതാവ് തൻ്റെ 3 ചെറിയ കുഞ്ഞുങ്ങൾ, 3 വയസ്സ്, 5 വയസ്സ്, 7 വയസ്സുള്ള 3 കുഞ്ഞുങ്ങളുമായിട്ട് ഈ ട്രെയിൻ കമ്പാർട്ട്മെന്റിലേക്ക് കയറി. അവിടെ അദ്ദേഹത്തിന് കുറച്ചിടം ഇരിക്കാനായിട്ട് കിട്ടി. അദ്ദേഹം അവിടെ ഇരുന്നു. അദ്ദേഹം ജനലിന്റെ കുറച്ച് അടുത്താണ്. ഇങ്ങനെ ജനലിലേക്ക് നോക്കി, പുറം ലോകത്തേക്ക് നോക്കി അദ്ദേഹം അങ്ങനെ ചിന്താമഗ്നനായിട്ടിരിക്കും. ഈ കുഞ്ഞുങ്ങള് അവിടെ ബഹളം ഉണ്ടാക്കുന്നു, അവരങ്ങോട്ട് ഓടിക്കളിക്കുന്നു, ശബ്ദം ഉണ്ടാക്കുന്നു. അവിടെ ഇരിക്കുന്ന ആളുകൾ, അവര് നല്ല സ്വൈര്യമായിട്ട് ഒന്ന് മയങ്ങിക്കൊണ്ടിരുന്നതാണ്. എല്ലാവരും ഇപ്പോൾ ഉണർന്നു. അവര് അവിടെ പോയി എടുക്കുന്നു, ഒരാളുടെ ബാഗ് എടുക്കാൻ നോക്കുന്നു, ഒരാളിനെ തോണ്ടാൻ നോക്കുന്നു, ഒരാളിനെ അവിടെ ശല്യം ഉണ്ടാക്കുന്നു. ആൾക്കാർക്ക് കുറച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ക്ഷമയൊക്കെ നഷ്ടപ്പെട്ടു. അവര് ഈ പുറത്തേക്ക് ഇങ്ങനെ നോക്കി, ഇങ്ങനെ നല്ല സീനറി ഒക്കെ കണ്ട് ഇരുന്ന ഫാദറിന്റെ അടുത്ത് ക്ഷമ നഷ്ടപ്പെട്ട്, എടോ, താൻ എന്തൊരു മനുഷ്യനാണ്, ഈ മക്കള് ഞങ്ങളെയെല്ലാം ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത് തനിക്ക് താൻ കാണുന്നില്ലേ? ഇതെന്താ ഇങ്ങനെ ഒന്നും കാണാത്ത പോലെ അങ്ങോട്ട് നോക്കിയിരിക്കുന്നു? അദ്ദേഹം ഒന്ന് അവരെ നോക്കി, വീണ്ടും അദ്ദേഹം പുറത്തേക്ക് നോക്കി. ഈ പിള്ളേര് ഒരു കൺട്രോളും ഇല്ല. അവിടെ നിന്ന് വേറൊരു ചെറുപ്പക്കാരൻ കുറച്ചുകൂടി ദേഷ്യം വന്ന് ഇദ്ദേഹത്തിന്റെ കൈ പിടിച്ച്, നിങ്ങൾ ഇവരെ ഒന്നുകിൽ നിങ്ങൾ ഈ മക്കളെ നോക്കുക, അല്ല നിങ്ങൾ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങുക. അദ്ദേഹം വീണ്ടും ദയനീയമായിട്ട് ഇവരെ നോക്കി അദ്ദേഹം പറഞ്ഞു, ഈ കുഞ്ഞുങ്ങളുടെ അമ്മയുടെ അടക്കം കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കുഞ്ഞുങ്ങളെയും കൊണ്ട് പോവുക. അവള് സുഖമില്ലായിരുന്നു, അവൾക്ക് ക്യാൻസർ ആയിരുന്നു, അവള് മരിച്ചു. എനിക്കിപ്പോൾ എൻ്റെ ജോലി സ്ഥലത്തേക്ക് പോകണം,
ഞങ്ങൾക്ക് വേറെ ആരുമില്ല, ഞങ്ങളുടെ മാതാപിതാക്കളില്ല, ഞങ്ങൾക്ക് മറ്റ് ഇവരെ സഹായിക്കുന്ന ബന്ധുക്കളില്ല. ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് പോയി എനിക്ക് ജോലിക്ക് കയറണം, ഈ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടണം, ഞാൻ എന്താ ചെയ്യുക? ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല. ഇവിടെ ഒച്ചയും ബഹളവും ഉണ്ടാക്കിയിരുന്ന ആളുകളും എഴുന്നേറ്റുന്ന ചെറുപ്പക്കാരനും ഒക്കെ അവിടെ സ്വിച്ച് ഓഫ് ആക്കിയതുപോലെ എല്ലാവരും നിശബ്ദരായിട്ട് അവിടെ ഇരുന്നു. പ്രിയ സൗരസന്മാരെ, നമ്മൾ പലപ്പോഴും നമ്മൾ ഒരു കൺക്ലൂഷനിൽ എത്തുകയാണ്, നമ്മളൊരു തീരുമാനത്തിലേക്ക് നമ്മൾ വരുന്നു, നമ്മൾ അങ്ങ് വിധിക്കുന്നു, ഇതാണെന്ന് പറയുന്നു. പക്ഷെ ആ ഒരു വ്യക്തി കടന്നു പോകുന്ന വളരെ തീവ്രമായ പല കാര്യങ്ങൾ ഉണ്ടാവാം, തീവ്രമായ വേദനകൾ ഉണ്ടാവാം. നമ്മൾ ആ വ്യക്തിയെ ശരിക്കും മനസ്സിലാക്കാൻ പോലും നമ്മൾ ശ്രമിക്കുന്നില്ല, അവരെ ശരിക്കും കേൾക്കുന്നില്ല, ഒരു ക്ഷമ പോലും ഇല്ല. നമുക്ക് കർത്താവെ, ഈ ഒരു വിധിക്കുന്ന മനോഭാവം എന്നിൽ നിന്ന് നീക്കിക്കളയുവാൻ, ക്രിസ്തുവിന്റെ ആർദ്രത, ക്രിസ്തുവിന്റെ സ്നേഹം, ക്രിസ്തുവിന്റെ ക്ഷമ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ എന്നെ സഹായിക്കണമേ. എനിക്ക് കർത്താവെ കൂടുതൽ എഫക്റ്റീവായിട്ട് എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ സഭയിലുള്ള കുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാരെ, മുതിർന്നവരെയൊക്കെ സഹായിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു വിശാലമായ ഹൃദയം കർത്താവെ, അവരെ ഉൾക്കൊള്ളുവാൻ, അവരെ വഹിക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവർക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യുവാൻ കർത്താവെയുള്ള ഒരു ഹൃദയം എനിക്ക് നൽകണമേ. എൻ്റെ ഹൃദയം കഠിനമായി പോയി കർത്താവെ. വിരൽ ചൂണ്ടുന്നതും വഷളത്തും സംസാരിക്കുന്നതും എന്നിൽ നിന്ന് നീക്കി കർത്താവെ. എൻ്റെ പ്രാർത്ഥന അങ്ങ് കേൾക്കുന്ന ഒരിടത്തേക്ക് കർത്താവെ എനിക്ക് വരണം. എനിക്ക് അങ്ങേ അറിയണം, അങ്ങയോടുള്ള ഒരു വ്യക്തിപരമായ ബന്ധം എനിക്ക് വേണം കർത്താവെ. അങ്ങ് എന്നെ വിധിക്കാതെ അങ്ങ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ജീവിതം എനിക്ക് വേണം. നമുക്ക് ആ രീതിയിൽ ആഗ്രഹിക്കുകയും നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യാം. നമുക്ക് ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്ന് നമുക്ക് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവചനം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് നമുക്ക് വെളിച്ചം നൽകുന്നതാണ് ദൈവവചനം. ദൈവവചനത്തിന്റെ വെളിച്ചത്തിന് മുമ്പാകെ നമുക്ക് നമ്മെ തന്നെ കാണുകയും നമുക്ക് നിരാശപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല. നാം നമ്മുടെ കുറവുകളെ സമ്മതിച്ച് ഹൃദയ നുറുക്കത്തോടെ ദൈവസന്നിധിയിൽ നിൽക്കുന്നുവെങ്കിൽ കർത്താവ് നമ്മോടും പറയും, നീ പോക, ഞാൻ നിന്നെ വെറുതെ വിടുന്നു. നാം മറ്റുള്ളവരെ വെറുതെ വിടുന്നുവെങ്കിൽ കർത്താവ് നമ്മെ വെറുതെ വിടും. നാം മറ്റുള്ളവരെ അസഹ്യപ്പെടുത്തുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ സ്വസ്ഥതയില്ലാത്തത്. നമുക്ക് ദൈവസന്നിധിയിൽ കർത്താവെ, ന്യായവിധി ദിവസത്തിൽ അങ്ങ് എന്നെ വെറുതെ വിടണം കർത്താവെ. എൻ്റെ ദൈനംദിന ജീവിതത്തിൽ അങ്ങ് നൽകുന്ന സ്വസ്ഥത എനിക്ക് വേണം കർത്താവെ. അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരെ വെറുതെ വിടട്ടെ കർത്താവെ. മറ്റുള്ളവരെ അസഹ്യപ്പെടുത്താതിരിക്കുവാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ ഹൃദയത്തിൽ സ്നേഹത്തിന്റെ ഒരു മനോഭാവം നൽകണമേ. വിധിക്കുന്ന സ്വഭാവത്തെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് നീക്കണമേ കർത്താവെ. കാരുണ്യത്തെയും ആർദ്രതയും എൻ്റെ ഹൃദയത്തിൽ നൽകണമേ കർത്താവെ. കർത്താവെ, എനിക്ക് പേഷ്യൻസിനെ നൽകണമേ, ക്ഷമ നൽകണമേ. നമുക്ക് കർത്താവിനോട് ചോദിക്കുക. നമ്മുടെ കഴിഞ്ഞ നാളുകളിൽ നമുക്ക് വന്നിട്ടുള്ള, നമ്മുടെ വീട്ടിലും നമ്മുടെ സഭയിലും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്ന വലിയ പാപങ്ങളെ നമുക്ക് കാണാം. അനേകമായ നമ്മുടെ പാപങ്ങളെ നമുക്ക് കാണാം. കർത്താവെ, ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം, എന്നെ കഴുകണമേ എന്ന് നമുക്ക് കർത്താവിനോട് പറയാം. ജീസസ്, താങ്ക് യു ലോർഡ്. എന്നെ ശുദ്ധീകരിക്കണമേ കർത്താവെ. അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ കർത്താവെ. എനിക്ക് ഒരു പുതിയ ഉണർവിനെ നൽകണമേ കർത്താവെ. സ്നേഹത്തിന്റെ കർത്താവെ ഒരു അഗ്നി എൻ്റെ ഹൃദയത്തിൽ അങ്ങ് കത്തിക്കണമേ കർത്താവെ. ദൈവസ്നേഹം പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ പകരപ്പെടുന്നു എന്ന് റോമാലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. കർത്താവെ, ദൈവസ്നേഹം ഹൃദയങ്ങളിലേക്ക് പകരപ്പെടുവാനായിട്ട് ഇടയാക്കണമേ. Praise you, Father. 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 നമുക്കെല്ലാം ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാമല്ലോ.